ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് SBI പ്രഷറിൻ്റെ യൂത്ത് ഇന്ത്യ എന്നുള്ള ആ ഒരു ഫെലോഷിപ്പിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു കാണും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കാണത്തില്ല. ഈ ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്, ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഒരുപക്ഷെ അവർ പറഞ്ഞു കാണത്തില്ല. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതുകൂടാതെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിതിനെ ഒരു ഇന്റേൺഷിപ്പായിട്ട് കണക്ക് കൂട്ടല്ലേ. നിങ്ങൾക്ക് ഏതാണ്ട് 3,83,000 രൂപ നിങ്ങൾക്ക് 13 മാസത്തെ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങൾ ട്രെയിനിങ് കഴിയുമ്പം നിങ്ങൾക്ക് 3,83,000 രൂപയോളം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഫെലോഷിപ്പ് എമൗണ്ട് ആണ്. SBIയുടെ എംപ്ലോയി ആയിട്ടാണ്, NGOയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. ആ ഒരു NGOയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രെയിനിങ് ഉണ്ടായിരിക്കും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള വർക്കിനെ പറ്റി നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. SBI നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അതുകൂടാതെ നിങ്ങൾ NGOയിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾക്ക് 1 മാസത്തെ ട്രെയിനിങ് അവിടെ ഉണ്ടായിരിക്കും. റൂറൽ ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഞാനത് കാണിക്കാം നിങ്ങളെ എങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണെന്ന്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ. അതുകൂടാതെ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെലോഷിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഈ 13 മാസം കൊണ്ട് ഈ ഫെലോഷിപ്പ് തീർന്ന് എനിക്ക് 3,83,000 രൂപ കിട്ടും. അത് കഴിഞ്ഞ് നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നൊക്കെയുള്ള ഞാൻ കാര്യങ്ങൾ വീഡിയോയുടെ ഇടയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൻ്റെ സാലറി സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഫീസ് ഇല്ല, നിങ്ങൾക്ക് എക്സാം ഇല്ല. നമുക്ക് SBI ത്രൂ ആയിട്ട് നിങ്ങൾ SBIയുടെ എംപ്ലോയി ആയിരിക്കും, വർക്ക് ചെയ്യുന്ന NGO ആയിരിക്കും. NGO എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഗ്രാജുവേറ്റിന് എലിജിബിൾ ഉള്ളു. ഗ്രാജുവേറ്റ് അല്ലാത്തവർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ലാപ്ടോപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോയിൻമെൻ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂറൽ ഏരിയയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കിട്ടിയിരിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. ഈ സാലറി അല്ലെങ്കിൽ ഇത് കൂടാതെ ജോലി ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു NGOയിൽ നിന്ന് നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരുപക്ഷെ അത് തിരിച്ചു കൊടുക്കേണ്ട വരുമായിരിക്കും. അതിനെപ്പറ്റി അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ എലിജിബിലിറ്റി എന്തായിരിക്കണം, നിങ്ങളുടെ ഏജ് എന്തായിരിക്കണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് 13 മാസം കൊണ്ട് നിങ്ങൾക്ക് 3,83,000 രൂപ കിട്ടുന്നത്. അതായത് യൂത്ത് ഇന്ത്യയുടെയാണ്. യങ്ങറായിട്ടുള്ള ആൾക്കാർക്ക് വളരെ നല്ല ഒരു ജോലിയാണ്. നിങ്ങളിത് ഒരു ഇന്റേൺഷിപ്പായിട്ടോ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പായിട്ടോ അല്ലെങ്കിൽ വെറും ഒരു പ്രോഗ്രാമായിട്ടോ കണക്കാക്കരുത്. നിങ്ങൾക്ക് വളരെയേറെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തുകാർക്ക് പറ്റിയ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിന് കുറച്ച് നാളായിട്ട് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ തൽക്കാലം ഞാനിപ്പോൾ ഇന്ത്യയിലില്ല, ഞാനിപ്പോൾ യൂറോപ്പിലാണ്. ആ ഒരു കാരണത്താൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ ഒരു കാര്യം ഐ ആം റിയലി റിഗ്രറ്റ് ഇൻകൺവീനിയൻസ് കേസ്ഡ് ടു യു. എൻ്റെ എത്ര ആൾക്കാരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ, അവരോടാണ് ഞാൻ പറയുന്നത്. ഐ ആം റിയലി റിഗ്രറ്റ് ദ ഇൻകൺവീനിയൻസ് കേസ്ഡ് ടു യു ആസ് ഐ കുഡ് നോട്ട് അപ്ലോഡ് യൂസബിൾ വീഡിയോസ് ഇൻ പാസ്റ്റ് 2-3 വീക്സ്. 2-3 ആഴ്ച കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറ്റിയ ആ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു വീഡിയോ വരും, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു വേക്കൻസി വരും. അപ്പോൾ ആ ഒരു 2-3 ആഴ്ച ഞാൻ മാറി നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയില്ല. അത് തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബറിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ തിരിച്ചു വന്ന് ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ഇനി വീഡിയോ ഇടുന്നതാണ്. പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 3,83,000 രൂപയോളം നിങ്ങൾക്ക് ഫെലോഷിപ്പ് എമൗണ്ട് ഉണ്ട്. ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഫീസോ എക്സാമോ ഇല്ല, ഒരു ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇതിന് എലിജിബിലിറ്റി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചോദിക്കുമ്പോഴേക്ക് എഡ്യൂക്കേഷൻ ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് എ ബാച്ചുലർ ഡിഗ്രി ഓർ മസ്റ്റ് ബി ഷെഡ്യൂൾഡ് കംപ്ലീറ്റ് ഓൺ
ഓൺ ഓർ ബിഫോർ 4th October. നിങ്ങൾ 4th October വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 4th October നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് വളരെ നല്ല, നിങ്ങൾക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സാം നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ നിങ്ങൾ പാസ്സായെങ്കിൽ ഒക്ടോബറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ചെറിയൊരു ഷോർട്ട് അപ്ലൈ ടൈം അല്ല, ഇതിന് നിങ്ങൾക്ക് ലോങ് ടൈം ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ 21-32. നിങ്ങൾ 21-32 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഫൈനൽ സെലക്ഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ താഴെ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 3,83,000 രൂപ കിട്ടുന്നത്, അതിൻ്റെ ഏതൊക്കെ കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതായാലും അതായത് 16-20,000 രൂപ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിൻ്റെ ഉണ്ട്. ബാക്കിയുള്ള കാര്യം നിങ്ങൾ കംപ്ലീറ്റ് 13 മാസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1,00,000 രൂപ അത് കിട്ടും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. അതുകൂടാതെ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് കൊണ്ടുണ്ടാകുന്ന ഈ പൈസയുടെ നിങ്ങളുടെ ഏണിങ് അല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 13 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം. ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. ഞാൻ ഇതിനെപ്പറ്റി ആപ്ലിക്കേഷൻ എങ്ങനെ ഇടുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഫോം എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇതിൻ്റെ കാര്യങ്ങളെ പറ്റി, ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യണം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എനിക്ക് ഒരു 50 പേരെങ്കിലും മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എങ്ങനെ ഫോം അപ്ലൈ ചെയ്യുന്നെന്നുള്ള ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നതാണ്. ആപ്ലിക്കേഷൻ അയച്ച് ആപ്ലിക്കേഷൻ സെലക്ട് ആയി പിന്നെ ഒരു ഇന്റർവ്യൂ, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റേജ് 1 രജിസ്ട്രേഷൻ ചെയ്യണം. എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കുന്നുള്ള രജിസ്ട്രേഷൻ ചെയ്യണം. സ്റ്റേജ് 2 ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഓരോന്ന് നോക്കിയാൽ മതി. ദ സെലക്ടഡ് കാൻഡിഡേറ്റ് ഓഫ് സ്റ്റേജ് 2 വിൽ ബി നോട്ടിഫൈഡ് ഓൺ നിങ്ങൾക്ക് അതായത് സെലക്ട് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഓൺ ബോർഡിങ് പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഫെലോഷിപ്പ് സപ്പോർട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫെലോഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മന്ത്ലി അലവൻസ് ഇത് 16,000 രൂപ നിങ്ങളുടെ മന്ത്ലി അലവൻസ് റുപ്പീസ് 16,000 രൂപക്ക് നിങ്ങൾക്ക് മാസം കിട്ടും. അതുകൂടാതെ മന്ത്ലി അലവൻസ് 2,000 നിങ്ങൾക്ക് അതിൻ്റെ അഡീഷണൽ കിട്ടും. ട്രാൻസ്പോർട്ട് എക്സ്പെൻസസ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇത് കിട്ടും. അതുകൂടാതെ മന്ത്ലി അലവൻസസ് ഓഫ് 2,000 ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം നിങ്ങൾക്ക് 2,000 ഓരോ മാസം ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ മന്ത്ലി അലവൻസ് INR 1,000 rupees in the duration of the program. ഡ്യൂറേഷനിൽ ആ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് കിട്ടും. ദ ഡെഡിക്കേറ്റഡ് പ്രൊവിഷൻ ഫോർ ലാംഗ്വേജ് സപ്പോർട്ട് വിൽ ബി പ്രൊവൈഡഡ് അറ്റ് ദ ലൊക്കേഷൻ. നിങ്ങൾ ഓരോ ലൊക്കേഷൻ, ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്, ഞാൻ കാണിക്കാം നിങ്ങളെ അത്. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ടോട്ടൽ നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ഈ ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് അലവൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഇത് നിങ്ങൾ 13 മാസം നിങ്ങൾക്ക് അതായത് ഈ 16,000 2,000 2,000 1,000 ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ 13 മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,10,000 രൂപ അഡ്ജസ്റ്റ്മെന്റ് അലവൻസ് എന്നും പറഞ്ഞുകൊണ്ട് കിട്ടും. അതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ടോട്ടൽ 3,83,000 രൂപയെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അതർ സപ്പോർട്ട് യു വിൽ ബി അസോസിയേറ്റഡ് ബൈ ദ ലോക്കൽ NGO നിങ്ങളുടെ വർക്ക് വരുന്നത്. SBIയുടെ കാൻഡിഡേറ്റ് ആയിരിക്കും നിങ്ങൾ, NGOയിലാണ് വർക്ക് വരുന്നത്. The partner NGO will also arrange for necessary support and when required. നിങ്ങൾക്ക് എപ്പോൾ അവരുടെ സപ്പോർട്ട് വേണം ആ NGOക്കാർ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ബാക്കി എല്ലാ കാര്യങ്ങളും NGOക്കാർ നിങ്ങളെ ട്രെയിൻഡ് ആയിട്ട് തരും. നിങ്ങൾ വില്ലേജുകളിൽ പോകണം, അവിടെ റൂറൽ വില്ലേജുകളിൽ കാര്യങ്ങൾ അവരെ ഏത് കാര്യങ്ങൾ മനസ്സിലാക്കണം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് വി എ ഫെലോ ദാറ്റ് മേക്ക് ആൻ ഇംപാക്ട്
ഇമ്പാക്റ്റ് ലോഗിൻ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ പറയുന്നത് 250+ വില്ലേജ് ഇൻക്ലൂഡായി. ഈ യൂത്ത് ഫെലോഷിപ്പിൽ 250+ വില്ലേജ് ഉണ്ട്, 22 സ്റ്റേറ്റ് ഉണ്ട്, നമ്മുടെ കേരളവും ഉണ്ട്. അതായത് 700+ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ പ്രോഗ്രാം 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇത് ഇൻവോൾവഡ് ആണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമ്മുടെ NGO ഏത് തരത്തിലുള്ള NGOയിലൊക്കെയാവും ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ഇവിടെ പറയുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് NGO, അവിടെ നിങ്ങൾക്ക് റൂറൽ ഏരിയയിൽ നിങ്ങൾക്ക് ആ എനർജിയെ പറ്റി നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അത് വില്ലേജിൽ പോയി ആ ഫാർമേഴ്സുമായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു എനർജി ആൾട്ടർനേറ്റീവ് എനർജി എന്തിൽ നിന്ന് കിട്ടുന്നു അവരുമായിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തതുകൊണ്ട് റൂറൽ ലൈവ്ഹുഡ് ഉണ്ട്. ഇനി ടെക്നോളജിയെ പറ്റി ഉണ്ട്. ഇതെല്ലാം NGOയാണ് വരുന്നത്.